ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പറയാൻ പോണ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് ഇന്നലെ നമ്മുടെ കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു കൊടുങ്ങല്ലൂരടുത്തുള്ള മുനമ്പത്ത്, അതായത് 600 കുടുംബങ്ങളുള്ള മത്സ്യത്തൊഴിലാളികളുള്ള ആൾക്കാരുടെ അവിടെ വന്നതിന് ഇന്നത്തെ മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളും എന്താണ് ഇങ്ങനെ പച്ചക്കള്ളം പറയണമെന്ന് മനസ്സിലാവുന്നില്ല. ഇതില്ല, ഇത് വഖഫ് ഭേദഗതി നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല. ഇതൊക്കെയാണ് ലീഡിങ് പത്രങ്ങൾ എഴുതുന്നത്. മുൻകാല പ്രാബല്യമില്ല, കിരൺ റിജ്ജു ചതിച്ചു, BJP ചതിച്ചു. ഇതൊക്കെ എന്ത് പൊട്ടത്തരക്കാണ് ഇവർ ഈ പറയണത്? ഇവർ ശരിക്കും വാർത്തകൾ പഠിക്കുന്നില്ലേ? ഇവർക്ക് വാർത്തകൾ വളച്ചൊടിക്കണ എന്തിനാണ്? ഈ ഇടതും വലതും ഒരേ ചിന്താഗതിക്കാരാണെങ്കിൽ വാർത്തകൾ തിരിച്ചും വളച്ചൊടിക്കണ എന്തിനാ? എനിക്ക് മനസ്സിലാവുന്നില്ല. എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. കാരണം കിരൺ റിജ്ജു കേന്ദ്രമന്ത്രി വന്നത് എന്തിൻ്റെ ഇതിലാണ്? വഖഫ് ഭേദഗതി നിയമം പാസ്സായി. അതിനുശേഷം ഈ 600 കുടുംബക്കാർക്ക് ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് വന്നത്. സുരേഷ് ഗോപി വന്നു, ഷോൺ ജോർജ് വന്നു, ഇങ്ങനെയുള്ള പല ആൾക്കാരും അവർ സമാധാനിപ്പിക്കില്ല, അവർക്ക് ഉറപ്പാണ് കൊടുത്തേക്കണത്. ഏത്? ഈ ഭൂമി നിങ്ങളുടെ ഇവിടെ നിന്നും പോവില്ല, നിങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ടാവും, ഇവിടെ തന്നെ ഈ ഭൂമി നിങ്ങളുടെ തന്നെയാണ്, ഈ വീടും എല്ലാം നിങ്ങളുടെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഉറപ്പിച്ച് വെച്ചേക്കാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ബില്ല് പാസ്സായത്. അപ്പോൾ എന്താണ് വഖഫ് ഭേദഗതി നിയമം എന്നുള്ളത് ഇവർക്ക് അറിഞ്ഞിട്ട് ഇടതും വലതും അറിഞ്ഞിട്ട് ഇരട്ടത്താപ്പ് കാണിക്കണമെന്നാണ് എനിക്ക് മനസ്സിലാക്കിക്കണത്. അല്ലാണ്ട് അറിയാഞ്ഞിട്ടൊന്നുമല്ലത്. മാധ്യമങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കണമെന്ന് മാത്രം. ഇപ്പോൾ ദേശാഭിമാനി ആയാലും ശരി, മനോരമ, മാതൃഭൂമി, എല്ലാ പത്രങ്ങളും എന്താണ് ഇങ്ങനെ? ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന ഒരു വിഷയം എങ്ങനെയാണ് അത് തീർപ്പ് കൽപ്പിച്ച് കേന്ദ്രമന്ത്രിക്ക് ഇനി നിങ്ങളിവിടെ താമസിച്ചോ, കേസൊന്നുമില്ല എന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? പറ്റില്ല. അത് വിട്ടിത്തരല്ലേ? എന്തുറപ്പിൻ്റെ പുറത്ത് കോടതിയിൽ കേസിൻ്റെ നിലവിൽ അപ്പം അന്തിമ വിധി വന്നിട്ടില്ലല്ല. വഖഫ് ബോർഡ് ഇത് കൊടുത്ത്, വഖഫ് ട്രൈബ്യൂണലിൻ്റെ വിധി ഇവർക്ക് അനുകൂലമായിട്ട് വരേണ്ടതാണ്. ആ സമയത്താണ് ഇവർ സ്റ്റേ ഇത് കൊടുത്തത്. അപ്പോൾ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിട്ടേക്കുക. ഹൈക്കോടതി സ്റ്റേ ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ വഖഫ് ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ കുത്തിത്തിരിപ്പും വളച്ചൊടിക്കലും ഇരട്ടത്താപ്പും കാണിക്കണതിന് വേണ്ടിയിട്ട് ആരോടാണ് ഈ കാണിക്കണേ? മലന്ന് കിടന്ന് തുപ്പാണ് ഇവർ ചെയ്യണത്. ഇത് ഇവർ ജയിക്കില്ല. ഇത് പച്ചയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വഖഫ് ഭേദഗതി നിയമം കൊണ്ട് അനുകൂലമായത് ഈ മുസ്ലിം സഹോദരന്മാർക്കും ഇവിടുത്തെ ഈ മുനമ്പത്തുകാർക്ക് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് അത് ഗുണസഹായകരമാണ്. ഇത് ഒരു മതേതര രാജ്യത്ത് ഇതാണ് മതേതര നിയമം. മറ്റത് കാടൻ നിയമമായിരുന്നു. വഖഫിൻ്റെ നിയമം എന്ന് പറയുന്നത് കാടൻ നിയമമായിരുന്നു. ഒരു കൂട്ടർക്ക് മാത്രം, ഒരു സമുദായത്തിന് തൊള്ളെ തോന്നിയ മാതിരി ഭൂമി കൈയടക്കാനുള്ള അധികാരം, അതിനാണ് കാടൻ നിയമം എന്ന് പറയുന്നത്. ആ കാടൻ നിയമമായിരുന്നു ഇവിടെ ഇത്രയും നാളുണ്ടായിരുന്നത്. അതിനെ ചോദ്യം ചെയ്ത് ഇവർ പറയണത് എന്താണ്? നിങ്ങൾക്ക് പോകുമൊന്നുമില്ല, സ്ഥലമൊന്നും പോവില്ല, പക്ഷേ ഈ ബില്ല് ഞങ്ങൾ പാസ്സാക്കില്ല. BJPയുടെ ഈ ബില്ല് ഒരു കാരണവശാലും ഞങ്ങൾ അനുകൂലിക്കില്ല. ഇത് ഈ പറയണ എന്തർത്ഥത്തിലാണ്? ഇവർക്ക് നട്ടെല്ലുണ്ടോ പറയാനായിട്ട്? ഒരു ജീവിതത്തിൽ നട്ടെല്ലോടുകൂടി സംസാരിക്കണ്ടേ, നട്ടെല്ലോടുകൂടി പ്രവർത്തിക്കണ്ടേ, എന്നാലേ മനുഷ്യനാവുള്ളൂ. ഇവരൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 10 പ്രാവശ്യം എടുത്ത് ചാടുക, മലക്കം പറയുക, മാപ്പ് പറയുക, തെറ്റ് പറയുക, പിന്നെ ഓർമ്മയുണ്ടായില്ല എന്ന് പറയുക. ഇത് കോടതിയിലെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. ഇനിയിപ്പോൾ അത് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താ ഇവർക്ക് അനുകൂലമായി? ആർക്ക്? ഈ മുനമ്പത്തുകാർക്ക് അനുകൂലമായി മാറിയത് എന്താ കാരണം? ആലോചിച്ച് നോക്കാം. മുനമ്പത്തുകാർക്ക് അനുകൂലമായി എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞു. ഇനി റവന്യൂ അവകാശങ്ങൾക്ക് ഇവർക്ക് കിട്ടാൻ വേണ്ടി ഇവർക്ക് കൊടുക്കാം. ഈ റവന്യൂ അവകാശം കിട്ടണമെങ്കിൽ പുതിയൊരു വഖഫ് ബോർഡ് രൂപീകരിക്കണം. ആ വഖഫ് ബോർഡ് രൂപീകരിക്കുമ്പോൾ ഏത് നിയമത്തിൻ്റെ പുറത്ത്? 2013 നിയമത്തിൻ്റെ പുറത്തല്ല.
ഈ പുതിയ മോദി പാസ്സാക്കിയ ബില്ലാണ് ഇനി വരാൻ പോണത്, ഇറങ്ങാൻ പോണത്. അതിൽ നോൺ മുസ്ലിംസും മറ്റുള്ള പല കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട്. നോൺ മുസ്ലിംസ് ഒക്കെ ഇതിൽ അംഗങ്ങളാണ്. കളക്ടർക്ക് അധികാരമുണ്ട്, പല നിയമങ്ങളുണ്ട്. നിയമം മാറ്റി 2025 ഈ ഭേദഗതി നിയമത്തിൽ. അത് പിണറായി വിജയൻ സർക്കാരാണ് അത് ഇതാക്കേണ്ടത്. എന്ത് ഈ വഖഫ് ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞ വഖഫ് ബോർഡിനെ വീണ്ടും ഇത് ഇത് കൊണ്ടുവരേണ്ടത്, എന്താ പറയുക, രൂപീകരിക്കേണ്ടത്. അത് ഏതിൻ്റെ പുറത്ത്? പുതിയ നിയമത്തിൻ്റെ പുറത്ത്, പുതിയ ബില്ലിൻ്റെ പുറത്ത്. അങ്ങനെ വരുമ്പോൾ ആർക്കാണ് ഫേവർ ആവുക? ഈ മുനമ്പത്തുകാർക്കും വഖഫ് കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന കുറേ ആളുകൾക്കും ഒക്കെ തന്നെ ഭേദഗതിയാവും. അല്ല, ആ ഭേദഗതി ബില്ല് അല്ലെങ്കിൽ ഇതുകൊണ്ട് ഗുണം ചെയ്യുക. അപ്പം ഇതൊക്കെ പറഞ്ഞ തനി പൊട്ടത്തനാണ്. ഇത് പറയാണ്ടിരിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഇത് നമ്മൾ കാണാണ്. പത്രക്കാരാണ് നുണ പറയണത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മനോരമയൊക്കെ ഞാൻ എന്നും വായിക്കണം. എത്ര നുണ പറഞ്ഞാലും ശരി, മനോരമ വായിക്കുന്ന ആളാണ്. കാലങ്ങളായിട്ട് മനോരമ വായിക്കണം. പിന്നെ ഏത് മാധ്യമം വായിച്ചാലും ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ പത്രവും വായിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എല്ലാ പത്രവും വായിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു ഐഡിയ ഉണ്ട് എന്താണ് സത്യം എന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ ഉള്ള കാര്യം, മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നലെ ഇപ്പോൾ എങ്ങനെ പോയാലും ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വഖഫ് ആക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്താണ് ഫറൂഖ് കോളേജ് തന്നെ പറയുന്നുണ്ട് ഇത് വഖഫ് ഭൂമി അല്ല എന്ന്. അത് അല്ല, വഖഫ് ഇതല്ല, ഈ ഭൂമി വഖഫല്ല എന്ന്. ഏത് മുനമ്പത്തുകാരുടെ ഭൂമി വഖഫല്ല എന്ന് അവർ തന്നെ പറയണു. ആര്? ഫറൂഖ് കോളേജ്. വിറ്റ ആൾക്കാർ, വാങ്ങിയ ആൾക്കാരും വിറ്റ ആൾക്കാരും പറയണു. മനസ്സിലായില്ലേ? പിന്നെ ഇവരെ കക്ഷി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ പഠിക്കണിപ്പോൾ. ഇതെന്താ പഠിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്കും വരുമല്ലോ എന്ന് പേടിച്ചിട്ടാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്ന നരസിംഹറാവുവിൻ്റെ കാലത്തും മൻമോഹൻ സിംഗിൻ്റെ കാലത്തുണ്ടാക്കിയ നിയമങ്ങളാണ് ഈ കാടൻ നിയമങ്ങൾ പാർലമെൻറ്റിൽ പാസ്സാക്കിയത്. 54 നെഹ്റു ആണ് ഫസ്റ്റ് വഖഫ് ബില്ല് കൊണ്ടുവന്നത്. ഇത് ഇപ്പം എന്തായാലും ഈ കോടതിയിൽ മറ്റതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈബ്യൂണൽ പറയണതാണ് അന്തിമമായ വിധി. ഇതല്ല, ഇത് കോടതിയാണ്. ഇപ്പോൾ സിവിൽ കോടതിയിൽ പോവാം, ഹൈക്കോടതിയിൽ പോവാം, സുപ്രീം കോടതിയിൽ പോവാം ഇവർക്ക് തോറ്റു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സംഷൻ ഇതിലുണ്ട്, അങ്ങനൊരു ആനുകൂല്യം ഇതിലുണ്ട്. ആർക്ക്? ഏതിൽ? ഈ പുതിയ ബില്ലിൽ. ഈ പുതിയ ബില്ല് അപ്പോൾ എങ്ങനെ പോയാലും ഇവർക്കല്ലേ അനുകൂലം വരിക? ഈ ഇതുകൊണ്ട് ദുരിതം ആൾക്ക് ഒരു ആനുകൂല്യമായ ഒരു അവസ്ഥയല്ലേ, അനുകൂലമായ ഒരു അവസ്ഥയല്ലേ വരുന്നത്? മുൻകാല പ്രാബല്യം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. വഖഫ് നിയമം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഇതിൻ്റെ പുറത്ത്, ക്ലോസിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ പ്രത്യേക ഒരു കണ്ടീഷൻ്റെ പുറത്ത് വിറ്റ് കഴിഞ്ഞാൽ അത് വഖഫ് ഭൂമി ആവില്ല എന്നൊരു ക്ലോസ് ഉണ്ട്. അത് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു കരാറിൻ്റെയോ കണ്ടീഷൻ്റെയോ പുറത്ത് വഖഫ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വഖഫ് ആവില്ല. അപ്പോൾ ഇത് ഇബ്രാഹിം സേട്ട് കൊടുത്ത ഭൂമി ഇത് ഒരിക്കലും വഖഫ് ഭൂമി ആവുന്നില്ല, ഒരിക്കലും ആവുന്നില്ല. അത് ചാരിറ്റി പ്രവർത്തനത്തിന് കൊടുത്തു. അത് കഴിഞ്ഞാൽ മക്കൾക്ക് കൊടുക്കണമെന്ന്, അനന്തരാവകാശികൾക്ക് കൊടുക്കണമെന്നുണ്ട്. ഒരിക്കലും ഇത് വഖഫ് ഭൂമി അല്ല. പിന്നെ എന്ത് കണ്ടിട്ടാണ് ഇവർ ഈ തുള്ളണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ തുള്ളി അവസാനം ഈ ഇടതിനും വലതിനും മനസ്സിലാവും. ഇത് ഹർജി പോയിട്ടും കാര്യമില്ല. ഈ വിറ്റങ്ങൾ ഇപ്പോൾ ഖജനാവിൽ നിന്ന് കാശ് എടുത്തിട്ട് സുപ്രീം കോടതി പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ തുള്ളിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതാണ് അതിൻ്റെ നഗ്ന സത്യം. ഈ സത്യം മനസ്സിലാവാൻ അരിയാഹാരം കഴിക്കണ ഏതൊരു കേരളീയനും അറിയാൻ പറ്റും. ഒരു സാധാരണ എന്നെപ്പോലൊരു സാധാരണക്കാർക്ക് ഇത് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഇതിലും വലിയ നിയമപണ്ഡിതന്മാർക്ക് ഇത് പുഷ്പം പോലെ മനസ്സിലാവില്ല എന്ന് എൻ്റെ ചോദ്യം. എന്തിനാണ് ഈ ഒളിച്ചുകളി? ആരോടാണ് ഈ ഒളിച്ചുകളി? പാവങ്ങളുടെ അടുത്ത് നെഞ്ചത്തയ്ക്ക, ഈ മത്സ്യത്തൊഴിലാളികളുടെ നെഞ്ചത്തയ്ക്ക. അവർക്ക് കരമടയ്ക്കാനും നിവൃത്തിയില്ല, വിൽക്കാനും പറ്റണില്ല, ഭൂമി വിൽക്കാനും പറ്റണില്ല. നാളെ ഇത് നമ്മുടെ നെഞ്ചത്തേക്കും കയറ്റില്ലേ? ഈ നിയമം, ഈ കാട നിയമം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരുടെ നെഞ്ചത്തും കയറ്റില്ലേ? ഇവിടെ ജാതിയും മതമൊന്നുമല്ല, അല്ലാണ്ടും കയറുന്നത്. മനസ്സിലായില്ലേ? ജാതിയുടെയും മതത്തിൻ്റെ പുറത്തല്ലത്. ഈ നിയമം ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ആദ്യം മനസ്സിലാക്കുക. എല്ലാ സാധാരണക്കാർക്കും വേണ്ടിയിട്ട് മതേതരത്വത്തോടുകൂടിയുള്ള നിയമമാണത്. മതേതരത്വത്തിൻ്റെ നിയമമാണത്. മറ്റത് മതേതരത്വമല്ല, അത് കാടത്തത്തിൻ്റെ നിയമമാണായിരുന്നു.
ഇതൊക്കെ മനസ്സിലാക്കി ഇത്ര വലിയ ബുദ്ധിയൊന്നും വേണ്ട. എന്നെ പോലൊരു സാധാരണക്കാരന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത്ര വലിയ നിയമപണ്ഡിതന്മാർ ഈ ലോകത്തുണ്ട്. ഇവർക്കൊക്കെ അറിയാഞ്ഞിട്ടല്ലല്ല. നിയമപണ്ഡിതന്മാർ പോട്ടെ, ഇടതിനും വലതിനും കുറേ ബുദ്ധിമാന്മാരില്ലേ, രാക്ഷസന്മാരില്ലേ, അവർക്കറിയില്ലേ. മാധ്യമങ്ങൾ ഇതൊക്കെ മനഃപൂർവ്വം ഒളിച്ച് കളിക്കണ്, ഇരട്ടത്താപ്പ് കളിക്കുക, കുത്തിത്തിരിപ്പുണ്ടാക്കുക, തെറ്റിദ്ധരിപ്പിക്കുക. ഇതൊക്കെ ചെയ്യണ മഹാപാപമാണ്.